troubleshoot of commonly faced problems like condenser fan motor failure, corrosion, etc. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മോഡ്യൂളിൽ വാട്ടർ കൂളറിൽ ഒരു തകരാറുള്ള കണ്ടൻസർ ഫാൻ മോട്ടോറിന്റെ ട്രബിൾ ഷൂട്ട് ചെയ്യാനും നന്നാക്കാനും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും വാട്ടർ കൂളറിലെ തകരാറുകൾ തിരിച്ചറിയുക, ഡിഫക്റ്റുകളുടെ ശരിയായ കാരണം മനസ്സിലാക്കുക, കേടായ ഭാഗങ്ങളോ കോമ്പോണന്റുകളോ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക, ടെസ്റ്റ് റൺ ചെയ്യുക എന്നിവ കഴിയും. ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ഈ വ്യായാമം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളോ ഇവയൊക്കെയാണ്: ട്രെയിനി കിറ്റ് ഒരു സെറ്റ്, സ്ക്രൂ ഡ്രൈവർ 300 mm ഒരെണ്ണം, ഹാൻഡ് എയർ ബ്ലോയർ ഒരെണ്ണം, കോമ്പിനേഷൻ പ്ലെയർ ഒരെണ്ണം, ടോങ് ടെസ്റ്റർ ഒരെണ്ണം, ചുറ്റിക ഒരെണ്ണം, ഡബിൾ എൻഡ് സ്പാനർ ഒരു സെറ്റ്. ആവശ്യമായ ഉപകരണങ്ങൾ: സിലിണ്ടർ കീ ഉപയോഗിച്ചുള്ള ഗ്യാസ് വെൽഡിംഗ് സെറ്റ് ഒരു സെറ്റ്, ഡിഫക്റ്റ് കണ്ടൻസർ ഉള്ള വാട്ടർ കൂളർ ഒരെണ്ണം. ആവശ്യമായ വസ്തുക്കൾ: കംപ്രസർ ഓയിൽ 2 ലിറ്റർ, കോട്ടൺ വേസ്റ്റ്, സോപ്പ് വെള്ളം 1 ലിറ്റർ. ഒരു കണ്ടൻസർ ഒരു ശീതീകരണ സംവിധാനമോ ഹീറ്റ് പുറംതള്ളുന്ന ഉപകരണമോ ആയി വർത്തിക്കുന്നു. ചൂടാക്കിയ ജലത്തെ ബാഷ്പീകരിച്ച ദ്രാവകമാക്കി മാറ്റുന്നത് ഇത് അത്യാവശ്യമാണ്. ഈ പ്രോസസ്സിൽ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും നീരാവിയും ദ്രാവകാവസ്ഥയിലേക്ക് ഈ നീക്കം ചെയ്ത താപത്തെ ലാൻഡ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നു. പലപ്പോഴും വായുവിനെ വെള്ളത്തിന്റെ കോമ്പിനേഷനെ കൂളിംഗ് മീഡിയമായി ഉപയോഗിക്കുന്നു. അത്തരം സിസ്റ്റങ്ങളിൽ എയർ കൂൾഡ് കണ്ടൻസറുകൾ സിസ്റ്റത്തിൽ നിന്നുള്ള ടെമ്പറേച്ചർ പുറന്തള്ളുന്നതിനുള്ള എക്സ്റ്റേണൽ മീഡിയമായി വായു ഉപയോഗിക്കുന്നു. ഈ കണ്ടൻസറുകളിൽ കോപ്പർ കോയിലുകൾ ഉണ്ട്, അതിലൂടെ വെള്ളം ഒഴുകുന്നു. അതേസമയം കണ്ടൻസർ ഫ്രെയിമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഫാൻ കണ്ടൻസർ ഉപരിതലത്തിൽ തുടർച്ചയായി എയർ സർക്കുലേറ്റ് ചെയ്യിക്കുന്നു. വാട്ടർ ഡിസ്പെൻസർ കണ്ടൻസർ സ്റ്റീൽ വയറും ഒരു ബൗണ്ടി ട്യൂബും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ ഡിസ്പെൻസറിന്റെ കണ്ടൻസറായി വാട്ടർ ഡിസ്പെൻസറിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ബണ്ടി പൈപ്പ് എന്നും അറിയപ്പെടുന്ന ബണ്ടി ട്യൂബ് ചെമ്പ് പൂശിയ സ്റ്റീൽ സ്ട്രിപ്പ് 720 ഡിഗ്രിയിൽ റോൾ ചെയ്ത് തുടർന്ന് റെസിസ്റ്റന്റ് ബ്രേസിംഗിലൂടെ സീമിനെ ഓവർലാപ്പ് ചെയ്ത് നിർമ്മിക്കുന്ന ഡബിൾ വോൾ ലോ കാർബൺ സ്റ്റീൽ ട്യൂബാണ്. ഈ രീതി ബണ്ടി വെൽഡിംഗ് എന്നും അറിയപ്പെടുന്നു. റെഫ്രിജറേറ്റർ കംപ്രസറിൽ നിന്ന് ഉയർന്ന മർദ്ദമുള്ള വാതകം സ്വീകരിച്ച് ഫാൻ മോട്ടോർ വഴി ഹീറ്റ് വായുവിലേക്ക് പുറന്തള്ളി വാതകത്തെ ദ്രാവകമാക്കി മാറ്റുക എന്നതാണ് വാട്ടർ ഡിസ്പെൻസർ കണ്ടൻസറിന്റെ പ്രവർത്തനം. ഇത് എയർ കൂൾഡ് കണ്ടൻസറാണ്. വാട്ടർ കൂളറുകളിൽ കണ്ടൻസർ തകരാറിലായാൽ കൂളിംഗ് കുറയുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. അതിനാൽ കണ്ടൻസർ മാറ്റി സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഡിഫക്റ്റോ കംപ്ലൈന്റോ പരിശോധിക്കാൻ യൂണിറ്റ് ഓണാക്കുക. കംപ്ലൈന്റ് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ റെക്കോർഡ് ഷീറ്റിൽ പ്രശ്നം രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് പ്രശ്നം കൂളിംഗ് ഇല്ല എന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സാധ്യതയുള്ള കാരണങ്ങൾ തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഡിഫക്റ്റീവ് കോമ്പോണന്റുകളോ കൺട്രോളുകളോ കണ്ടെത്തുന്നതിന് ലോജിക്കൽ സർവീസ് ഫ്ലോ സീക്വൻസ് പിന്തുടരുക. റെക്കോർഡ് ഷീറ്റിൽ കംപ്ലൈന്റ് റെക്കോർഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ അവലോകനം ചെയ്യുകയും നിങ്ങളുടെ ജോലി പരിശോധിക്കുകയും ചെയ്യുക. സാധ്യമായ കാരണങ്ങൾ നിർണ്ണയിക്കുകയും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അറ്റകുറ്റപ്പണികൾ തുടരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്ട്രക്ടറിൽ നിന്ന് അനുമതി നേടുക. കൂളിംഗ് ഇല്ല എന്ന കാര്യത്തിൽ സാധ്യമായ കാരണം ഒരു ഡിഫക്റ്റീവ് കണ്ടൻസർ ഫാൻ മോട്ടോറോ അതിന്റെ ഫെയിലിയറോ ആയിരിക്കും. യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക. വാട്ടർ കൂൾ ഫാൻ ഡിസ്കണക്ട് ചെയ്യുക. അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഫാൻ ബ്ലേഡുകളുടെയും പിന്നിലെ മോട്ടോർ ഘടകത്തെയും ബന്ധിപ്പിക്കുന്ന നട്ട് അഴിച്ചു മാറ്റി ഫാൻ അഴിക്കുക. മോട്ടോറിനെ കവർ ചെയ്യുന്ന ലീഡ് അല്ലെങ്കിൽ കവർ തുറക്കുക. അഴുക്ക് നന്നായി നീക്കം ചെയ്യുന്നതിനായി ഒരു ക്ലീനിംഗ് സൊല്യൂഷനും വയർ ബ്രഷും ഉപയോഗിച്ച് അഴിച്ചുമാറ്റിയ ഘടകങ്ങൾ വൃത്തിയാക്കുക. ഒരു എയർ ബ്ലോവർ ഉപയോഗിച്ച് ഉപരിതലത്തിൽ വായു വീശിക്കൊണ്ട് കണ്ടൻസർ പിന്നുകൾ വൃത്തിയാക്കണം. വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഭാഗങ്ങൾ തുടയ്ക്കുക. മോട്ടോർ കത്തിപ്പോയതാണെങ്കിൽ ഭാഗങ്ങൾ വീണ്ടും അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് അത് മാറ്റി സ്ഥാപിക്കേണ്ടതാണ്. പാൻ വീണ്ടും കൂട്ടിച്ചേർക്കുക. അതിന്റെ വർക്കിംഗ് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ലിഡ് അടയ്ക്കുക. കണ്ടൻസർ ട്യൂബ് ബ്ലോക്ക് ആയാൽ നൈട്രജൻ വാതകം ഉപയോഗിച്ച് കണ്ടൻസർ ട്യൂബ് ക്ലീനിംഗ് ആസിഡ് ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുക.
മറ്റ് ഡിഫക്റ്റുകൾ പരിഹരിക്കുന്നതിനായി ട്രബിൾ ഷൂട്ടിംഗ് മാനുവലിൽ നിന്ന് നിർദ്ദേശ പരിഹാര മാർഗങ്ങൾ ഉപയോഗിക്കുക. റെക്കോർഡ് ഷീറ്റിൽ എടുത്ത വർക്കും മാറ്റിസ്ഥാപിച്ച കമ്പോണന്റുകളും രേഖപ്പെടുത്തുക. തകരാർ പരിഹരിച്ച ശേഷം ആദ്യ റിപ്പോർട്ട് ചെയ്ത പ്രശ്നത്തെ അടിസ്ഥാനമാക്കി വാട്ടർ കൂളർ ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അത് പരിശോധിക്കുക. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം യൂണിറ്റ് നന്നായി വൃത്തിയാക്കുക. ട്രബിൾ ഷൂട്ടിങ്ങിനും റിപ്പയർ ചെയ്യുമ്പോഴും എന്തെങ്കിലും അധിക തകരാറുകൾ കണ്ടെത്തിയാൽ അവ റെക്കോർഡിംഗ് ഷീറ്റിംഗിൽ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ഇൻസ്ട്രക്ടറിൽ നിന്ന് മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുക. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. വാട്ടർ കൂളറിലെ തകരാറുകൾ തിരിച്ചറിയുക, വൈകല്യങ്ങളുടെ ശരിയായ കാരണം മനസ്സിലാക്കുക, കേടായ ഭാഗങ്ങൾ നന്നാക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക, ടെസ്റ്റ് റൺ ചെയ്യുക. അതിനാൽ കണ്ടൻസർ ഫാൻ മോട്ടോർ ഫെയിലിയർ, കംപ്ലൈന്റ് മുതലായ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ പഠിച്ചു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ വ്യായാമം ചെയ്യുക. നന്ദി.